നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അവധിക്കുടിച്ചായ യാത്രയൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറുന്ന സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി. വല്യപ്പച്ചനും കൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ട് പോകുന്നൊരു ഫീല്. പെട്ടെന്ന് അലീന പറഞ്ഞു, അതെ വല്യപ്പച്ച, അധിക ദിവസം ഒന്നും പോയി നിൽക്കരുത്, പെട്ടെന്ന് വന്നേക്കണം. ഞാനൊരു 2-3 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്കുട്ടിച്ചാനെ യാത്രയാക്കിയിട്ട് അലീന അകത്തേക്ക് കയറി വന്നു. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. വല്യപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് സംസാരിക്കാൻ ആളുണ്ടായിരുന്നു. എപ്പോഴും അടുത്ത് വന്നിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറയും, പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അലീനയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അലീന ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, തൻ്റെ വെല്ലുമിച്ചയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് സ്റ്റാലിൻ്റെ അടുത്ത് പോയി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ആളെന്ത് തൂക്കിയാണ് സംസാരം. എന്തേലും കാര്യം ചോദിച്ചാൽ അതിനുത്തരം എന്തേലും പറഞ്ഞ് അനുസരിച്ചോണം. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അടുക്കളയിലേക്ക് പോകാനും വയ്യ. അടുക്കളയിലേക്ക് പോവരുതെന്നാണ് ഉത്തരവ്. അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീന മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ അലീന ഓർത്തെ അച്ഛനൊന്നും വിളിച്ചു നോക്കിയാലെന്ന് കരുതി. അങ്ങനെ ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്ക് സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനോർത്തും നീ എന്നെ മറന്നു കാണുമെന്ന്. മറക്കാനോ? നല്ല കഥയായി. ഇതെന്ത് ചോദ്യം അച്ഛാ ചോദിക്കണേന്ന് ചോദിച്ചു. അതെ, നിന്റെ കോളൊന്നും കണ്ടില്ല, അതുകൊണ്ട്. പിന്നെ അത് ഇന്നലെയൊക്കെ ഞാൻ ഇത്തിരി തിരക്കില്ലായിരുന്നു പറഞ്ഞു. നിരക്കാ? അത് പിന്നെ ഇവിടെ അല്ല, അവിടുത്തെ ജോലികളൊക്കെ നീയാണോ ചെയ്യുന്നത്? അല്ലാന്നേ, ജോലികളൊക്കെ ചെയ്യാൻ ജോലിക്കാരുണ്ട്, ഞാൻ കൈകഴി ഇരുന്നാൽ മതി. പിന്നെ ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അലീന എല്ലാം വിസ്തരിച്ച് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, നീ ആള് കൊള്ളാലോടി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? അതെ, എല്ലാത്തിനും പിന്നെ വല്യപ്പച്ചൻ എനിക്ക് കൂട്ടുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛാന്ന് പറഞ്ഞു. അതെ, സൂക്ഷിച്ചും കണ്ടും വേണം. നീ നിന്റെ പപ്പായുടെ ഇടപെടാനായിട്ട് അല്ലെങ്കിലുണ്ടല്ലോ. പിന്നെ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മദ്യപാനം പുകവലി എന്ന് പറഞ്ഞു. ഇത് രണ്ടും കരളിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ. ഇപ്പോഴേ നീ ഒന്ന് പിടിച്ചോ, അല്ല ചിലപ്പം കൈവിട്ട് പോവും. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് നാൾ കഴിയുമ്പോഴേ പുള്ളിക്കാരൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യയും മക്കളും എല്ലാം കൂടെ വന്നിട്ട് നിന്നെ ഇറക്കി വിടും, അറിയാലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നിന്റെ കടമയാണ്. ഇപ്പോഴേ നീ പിടിച്ചില്ലെങ്കിൽ, ഓരോ കാര്യത്തിനും പിടിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അലീനയ്ക്ക് മനസ്സിലായി, തൻ്റെ അച്ഛൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. പപ്പയുടെ കൂടി അവസാനിപ്പിക്കണം. പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ഈ വീട്ടിൽ. ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു പട്ടാളച്ചിട്ടയും കാര്യങ്ങളും പപ്പ പറയുന്ന മറ്റുള്ളവരനുസരിക്കണം. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പപ്പായുടേതായ ഒരു ഇതുണ്ട്, റൂൾസ് ഉണ്ട്. അതിനെ ഭേദിക്കാനായിട്ട് ആർക്കും പറ്റില്ല. അതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ. പിന്നീട് അലീന ചോദിച്ചു, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മയുമായിട്ട് കോംപ്രമൈസ് ആയോ? നല്ല കഥയായി. വൈജയന്തി എന്നോട് അങ്ങനെ മിണ്ടാൻ വരാറില്ല. മിണ്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ളത് ഞാൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, പപ്പ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. പപ്പയുടെ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതെ, ദേഷ്യമൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണമോളോടും ഭവിതയോടും ഞാൻ തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ അവരല്ലേ എന്നെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരൊക്കെ എന്ത് മുറിയിലുണ്ട്, പഠിക്കുവാന്ന് പറഞ്ഞു. നീ പോയതോടുകൂടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ മാറി മറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഇതിലാന്ന് പറഞ്ഞു. ശരി പപ്പ, ഞാൻ പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അലീന കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് അലീന ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. പപ്പ പറഞ്ഞു, ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ ദൂരത്തും കാര്യങ്ങളും പല കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. ആ സമയം അവതക്കുടിച്ചായന് കൊട്ടാരമരത്തിലെ വീട്ടിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റോബർട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അപ്പച്ചൻ അവളെ പറത്താൻ പോയതല്ലേ, എന്നിട്ട് എന്തായി? അവളെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടോന്ന് ചോദിച്ചു. റോബിച്ച, അതങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്ന കേസൊന്നുമല്ല. ഇപ്പം അങ്ങനെയായോ? അപ്പച്ചൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞേ. എടാ, അതൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞേ, അവളെ കണ്ടു കഴിഞ്ഞപ്പം. ഓഹോ, ഇപ്പം അപ്പച്ചൻ അവളുടെ കക്ഷിയായിരുന്നോ? എടാ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റില്ല. അപ്പച്ചാ, ലാലിച്ചായൻ ഇങ്ങനെ ഒരു പെണ്ണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൂടെ നാണക്കേടാ, അറിയാലോ. വെറുതെ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും. എടാ, ആൾക്കാർ പറയട്ടെ, അതിനിപ്പോൾ എന്താ? അത് അവൻ്റെ ലാലിച്ചൻ്റെ മോള് തന്നെയെന്ന് പറഞ്ഞു. അപ്പച്ചൻ എന്താ എത്ര ഉറപ്പ്? എടാ, അതിനൊരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. നീ ഒന്ന് കണ്ടാൽ മതി, അപ്പം നിനക്ക് മനസ്സിലാവും ചിന്നമ്മയുടെ തനി സ്വരൂപല്ലേന്ന് ചോദിച്ചു.
പിന്നെ അപ്പച്ചൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാ. അതൊന്നും അല്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാർ അങ്ങോട്ടേക്ക് വന്നു. ആൽബർട്ടിൻ്റെ കാറാണ്. ഓഹോ, അപ്പം എല്ലാവരും കൂടെ ഒത്തോണ്ടാന്ന് തോന്നേ. ആൽബർട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല അപ്പച്ചൻ പോയിട്ട് എന്തായി കാര്യങ്ങൾ, അവളെ പറഞ്ഞു വിട്ടുമെന്ന് ചോദിച്ചു. അല്ല അത് ചോദിക്കാനാണോ നീ ഇത്ര ദൂരം വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നേ? പിന്നെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ലാലിച്ചായാലും ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേന്ന് ചോദിച്ചു. എടാ അതിന് നീയൊക്കെ പുറത്തിറങ്ങി നടക്കണേന്ന് എന്താ? ലാലിച്ചാൻ അകത്ത് കയറി ഇരുന്നാൽ മതി. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വെട്ടൊന്നോ മുറിരണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ ആരും ഒന്നും ചോദിക്കാനും പറയാനും പോകത്തില്ല. പക്ഷെ ബാക്കിയുള്ളവർ നമ്മളോട് ചോദിക്കും. അവരോടൊക്കെ ഉത്തരം പറയണ്ടേ? തൽക്കാലത്തേക്ക് ആരോടും ഉത്തരം പറയാൻ പോകണ്ട. അതെ, ഒരു കാര്യം ചെയ്യാം, അപ്പച്ചനെ പറ്റില്ലേ പറ, ഞങ്ങൾ പോയി അവളെ ഇറക്കി വിട്ടാളാന്ന് പറഞ്ഞു. ആ അങ്ങ് ചെന്ന് കയറി കൊടുക്ക ലാലിച്ചൻ്റെ അടുത്തേക്ക്. പിന്നെ ലാലിച്ചാനെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എങ്കിൽ പിന്നെ എന്തിനാടാ ബുദ്ധിമുട്ടുന്നേ? അവിടെ ചെന്നിട്ട് അവളെ അങ്ങ് ഇറക്കി വിടാൻ നോക്ക്. അപ്പം നമുക്കറിയാലോ. എന്തായാലും ഞാൻ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം റോബർട്ട് പറഞ്ഞു, അപ്പച്ചന് ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് പോയതാണെന്നറിയോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആൽബർട്ട് അച്ചായ അപ്പച്ചൻ കാല് വാരി എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമാണെന്ന് പറഞ്ഞു. അതെ അതെ, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. എന്താണെങ്കിലും അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടോളൂ, നാണക്കേട് സഹിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ അപ്പച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊക്കെ ബാക്കി ആരെങ്കിലും അല്ലെങ്കിൽ എൽസമ്മയുടെ വീട്ടുകാർ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും എന്ന് അറിയാലോ. പിന്നെ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും. അല്ല അപ്പച്ചനൊന്ന് പറഞ്ഞു കൊടുത്തു കൂടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവൻ അനുസരിക്കാൻ പോവല്ലേ? അവനനുസരിക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞിട്ടാ കാര്യമുള്ളെന്ന് പറഞ്ഞു. ആര്? അതാ പെങ്കൊച്ചു തന്നെയാ. ഇന്നലെ വന്ന് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൽച്ചാൻ അനുസരിക്കുന്നോ? അതൊന്നും നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ. അവൾ അങ്ങനെയാടാ. ചിന്നമ്മയുടെ മറ്റൊരു പതിപ്പാന്ന് പറഞ്ഞു. അവർക്കെന്താ കാര്യം എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലീന രാവിലെ എഴുന്നേറ്റു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അലീന പതുക്കെ സിറ്റൗട്ടിലേക്ക് പോയി. അടുക്കളയുടെ ഭാഗത്ത് പോയത് പോലുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്റ്റാലി ചെന്നു. പക്ഷേ എങ്കിൽ അവിടെ അലീനയെ കണ്ടില്ല. അപ്പോഴേക്കും ആൻ്റപ്പനോട് പറഞ്ഞു, അവളെന്ത് ചെയ്യും? അലീനയെ വിളിക്കാൻ പറഞ്ഞു. അല്ല അലീനെ കുഞ്ഞിന് ഭക്ഷണം വേണ്ടെന്നാ പറഞ്ഞു. വേണ്ടെന്നോ? അതെ ഉപവാസം എന്നെന്തോ മറ്റോ പറഞ്ഞു. ഒരാൾക്കുണ്ടാക്കിയ മതി എന്ന് പറഞ്ഞു. എനിക്കുള്ളത് ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. സ്റ്റാലി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പോയി. അങ്ങനെ ഉച്ചയ്ക്ക് അത് തന്നെയായിരുന്നു. ഇതെന്ത് സംഭവം ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്റ്റാലി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അലീന സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. നീ എന്താ ഫുഡ് കഴിക്കാത്തതെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടാത്തോണ്ട്. അതെന്താ വേണ്ടാത്തതെന്നാ ചോദിച്ചേ? നിനക്ക് ഉപവാസമാണെന്ന് ആൻ്റപ്പ പറഞ്ഞല്ലോ. എന്ത് ഉപവാസമാണ്? നീയും ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണോ? ഇതൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെന്താ? ഇവിടുത്തെ അടുക്കളയിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വേസ്റ്റാക്കി കളയുന്നുണ്ടല്ലോ. എന്താണെങ്കിലും അതിനൊരു പാപപരിഹാരമായിട്ട് ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അമ്പരപ്പോടുകൂടി സ്റ്റാലിച്ചു. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തായെന്ന് ചോദിച്ചു. അതെ, ഞാൻ എന്താണെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി പപ്പ ഇത് മാറ്റാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അടുക്കളയിലേക്ക് കയറാനായിട്ടുള്ള ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാലി പറഞ്ഞു, ആയിക്കോട്ടെ നിന്റെ വാശ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടും കൂടി പോയി. അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അലീനയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം ഓർഫനേജിലായിരുന്ന സമയത്ത് ഇതുപോലെ കുറേ പട്ടിണി കിടന്നിട്ടുണ്ട്. അത് ആഹാരം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ട്. പക്ഷെ താനേ ചെയ്യില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒന്നും തിരുത്താൻ പറ്റാതായിട്ട് വരും. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കണം എന്നൊരു ചിന്ത. തനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു ചിന്താഗതിയായിരുന്നു അലീനയുടെ മനസ്സിൽ. പിന്നീട് മണിശങ്കർ കടപ്പാട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും കമല ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? വൈജി എന്ത് പറയണമെന്ന് ചോദിച്ചു. ഓ വൈജാൻറ്റി എന്ത് പറയാനാ, ജോലിക്ക് പോകുന്നു വരുന്നു. അല്ല ബാലേന്ദ്രനായിട്ട് കോംപ്രമൈസ് ആയോ? അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല. ആൻറ്റിയുടെ തലയ്ക്കകത്ത് കളിമണ്ണാണല്ലോ, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. എടാ നിനക്കൊക്കെ എന്താ വൈജയെ മാത്രം ഇത്ര കുറ്റപ്പെടുത്താനായിട്ട്? ബാലേന്ദ്രൻ ചെയ്ത് നല്ല കാര്യമാണോന്ന് ചോദിച്ചു. അതെ, അങ്കിളിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതെന്താടാ? അങ്കിൾ ഡീസൻ്റ് ആയതുകൊണ്ട് ആൻറ്റി ഇപ്പോഴും അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ പണ്ടേ ആൻറ്റി അവിടെ നിന്ന് പറത്തിയാനെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി മനു. ഇവൻ്റെ ദേഷ്യം കണ്ടില്ലേ? അവൾ പോയതോടുകൂടി ഇവനും ദേഷ്യമാണെന്ന് തോന്നേ. അല്ല
ഇവൻ ദേഷ്യപ്പെടുന്ന എന്തിനാ, ആ ഒരുമ്പോട്ടോളെ കിട്ടാത്തതിന്റെ ദേഷ്യമായിരിക്കും, അവള് പോയതുകൊണ്ടുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുപുറത്തോണ്ട് കമല അങ്ങോട്ട് പോയി. അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് കമലയ്ക്ക് ഒരു സമാധാനമായത്. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എന്താണെങ്കിലും മനുശങ്കറും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കൊന്നും ആയിരുന്നില്ല. എന്തൊക്കെ വന്നാലും ശരി, താൻ അലീനയും പോകണമെന്നൊരു ചിന്താഗതിയായിരുന്നു മനുവിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.